നല്ലൊരു സിനിമ ഉണ്ടായത്. പിന്നെ ഇതൊരു ഭാഗ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ പ്രിൻ്റ് ഉണ്ടാവുക, ഇത് മാസ്റ്റർ ചെയ്യാൻ പറ്റുക, വീണ്ടും അതിൻ്റെ സൗണ്ട് ട്രാക്ക് ഉണ്ടാകുക, പല സിനിമകളിലും ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇതൊരു ഭാഗ്യമാണ്. ആ ഭാഗ്യം ഈ സിനിമയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഇത് സിനിമ തിയേറ്ററിലേക്ക് പോവുകയും ഞാൻ ഈ സിനിമ വീണ്ടും കുറ്റം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ സിനിമ വീണ്ടും കാണുക. നിങ്ങൾ കണ്ടതിന് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രതിഫലം ഇവർക്ക് കിട്ടും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നു. വളരെ സന്തോഷം തോന്നിയ കാര്യം തന്നെയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് തോന്നിപ്പിക്കുകയാണല്ലോ ഇങ്ങനൊരു സിനിമ വീണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ. അപ്പോൾ ആ തോന്നിപ്പിക്കുന്നത് ആരോട് എന്തോ പറഞ്ഞതാണ്. ആ പറഞ്ഞ കാര്യം നടക്കട്ടെ, അതൊരു നല്ല വാക്കായി മാറട്ടെ, നല്ലൊരു സെൻറ്റൻസായി മാറട്ടെ. ഇപ്പോഴും വിനീതനെ ആളുകൾ ഓർക്കുന്നത് ഈ ഒരു സിനിമയിലെ ഒരു കഥാപാത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഏറ്റവും ആദ്യം ഓർക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് ഇങ്ങനെ വീണ്ടും റിലീസ് ചെയ്യുന്നത് വിനീതന് എത്രമാത്രം സന്തോഷമാണ്? നേരത്തെ ഞാൻ സംസാരിച്ച പോലെ തന്നെയാണ്, ഇത് നമ്മളൊരു ചരിത്രത്തിൻ്റെ ഭാഗമായി വരിക എന്നുള്ളതൊരു നിയോഗം കൂടിയാണ്. അപ്പോൾ ആ നിയോഗം ഞാൻ പറഞ്ഞില്ല, എന്നെ ഈ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി സിബി സാർ വിളിക്കുന്ന സമയത്ത് എനിക്കറിയില്ലായിരുന്നു. രഞ്ജിത്തായിട്ട് എന്നെ വിളിച്ചിട്ട് ഊട്ടിയിലേക്ക് വരണമെന്ന് പറയുമ്പോൾ എനിക്കറിയില്ലായിരുന്നു ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്. തിയേറ്ററിലെത്തിയപ്പോഴാണ് എൻ്റെ ക്യാരക്ടർ എന്താണെന്നും അത് എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് പിന്നീടാണ്, ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ, നമ്മൾ പറയില്ലേ ചില കനികൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ചില മുത്തുകൾ കാലം കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അങ്ങനെ കിട്ടിയൊരു മുത്താണ് അത്. വളരെ സന്തോഷമുണ്ട്. ഇപ്പം ഞാൻ അതിന് കാണാൻ പോകുമ്പോൾ എൻ്റെ മക്കളും ഉണ്ടാവും എൻ്റെ കൂടെ തിയേറ്ററിൽ. അപ്പോൾ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഈ കോക്കേഡ് സിനിമയായിട്ട് 3-4 സിനിമകൾ ചെയ്തു. ഇനിയുള്ളൊരു യാത്ര ഇപ്പം വീണ്ടും അദ്ദേഹത്തിൻ്റെ തലമുറ മകളായിട്ടാണ് ഈ പ്രൊജക്റ്റുമായിട്ട് വരുന്നത്. അപ്പോൾ ഇനി ഇവരുമായിട്ടൊരു കൈകോർക്കാൻ ഒരു ഭാഗ്യമുണ്ടാകുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നു. സിയാദക്കായും ലാലേട്ടനൊക്കെ ഒരുമിച്ച്. ആ വാക്ക് തന്നെയാണ്, അതിൻ്റെ ഭാഗ്യം എനിക്കുണ്ടാകട്ടെ. തീർച്ചയായും ഈ സിനിമയുടെ ഒരു കഥ പറയുന്ന നേരത്ത് ഇത് വിശാൽ കൃഷ്ണമൂർത്തി പറയുന്ന ഒരു കഥയാണെങ്കിൽ വിശാൽ കൃഷ്ണമൂർത്തിയുടെ മാത്രം കഥയല്ല. ഇതിലെ പ്രണയം വിശാലിൻ്റെ അല്ല. വിശാൽ 2 പേർക്കിടയിലെ പ്രണയത്തിന്റെ പാലമായി മാറുന്നേ ഉള്ളൂ. അപ്പം അതിലേക്കൊരു അന്നും ലാലേട്ടൻ 2000-കളിൽ ഒരു വലിയ അമാനുഷികനായ സൂപ്പർ സ്റ്റാർ ആയി നിലനിൽക്കുന്ന സമയത്ത് ഇതിലേക്ക് വരാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുക, അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമാവുക, ആ ചോയ്സിനെ സിബി സാർ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇത് വളരെ യാദൃശ്ചികമായിട്ടാണ്. ഇത് എഴുതുമ്പോഴൊന്നും മോഹൻലാൽ നമ്മളുടെ ഉള്ളിലില്ല. നമ്മളൊരു ആദ്യം എഴുതുമ്പോൾ ഒരു 7 വയസ്സുകാരൻ കുട്ടിയായിരുന്നു ഇതിൻ്റെ പ്രോട്ടഗണിസ്റ്റ്. അതിനുശേഷം ഒരു ക്യാമ്പസ് പശ്ചാത്തലത്തിലേക്ക് ഇതിനെ കൊണ്ടുവന്നു. പിന്നീട് യാദൃശ്ചികമായിട്ട് ലാലി കഥ കേൾക്കുകയും ലാൽ ആ കഥ ഇഷ്ടപ്പെടുകയും അതിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുകയും ചെയ്തു. അപ്പോൾ അതിന് തക്ക മാറ്റങ്ങൾ അതിലേക്ക് വരുത്തേണ്ടി വന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാകുന്നത്. പക്ഷേ ലാല് വരുന്നത് കൂടി ഈ സിനിമയ്ക്ക് വേറൊരു ലെവലിലേക്ക് ഇതിനൊരു മാനം ഉണ്ടാവുകയാണ്. ഒരു വലിയ ലെവലിലേക്ക് ഈ സിനിമ മാറുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ വീണ്ടും നമുക്ക് റിലീസ് ചെയ്യാൻ സാധിക്കുന്നത്. കാരണം അന്ന് ഒരു സാധാരണ ഒരു ന്യൂക്കമറ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് രണ്ടാമതൊരു റിലീസിന് പ്രസക്തി ഉണ്ടാകുമായിരുന്നില്ല. ഇന്ന് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു സൂപ്പർ താരം ഇതിൻ്റെ ഭാഗമായി ഉള്ളത് കൊണ്ടാണ് ഈ റീ റിലീസിൻ്റെ പ്രസക്തി തന്നെ സംഭവിക്കുന്നത്. ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ ഓഡീഷന് 2 മാർക്ക് കൊടുത്ത നടൻ പിന്നീട് 2 ദേശീയ അവാർഡ് വാങ്ങിക്കുക, ദേവദൂതനെ പോലെ കാലത്തിന് അതിജീവിച്ചൊരു സിനിമയിൽ നായകനാവുക, ആ നിയോഗത്തെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അത് അന്ന് കൊടുത്ത 2 മാർക്കിൽ 2 നാഷണൽ അവാർഡ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ലാൽ ആഗ്രഹിക്കുന്നുണ്ട് അത് കുറച്ചുകൂടെ കിട്ടിയിരുന്നെങ്കിൽ 2-3 തവണ ഇനിയും കിട്ടുമായിരുന്നു. അതിൻ്റെ പാട്ടിലെ ഏറ്റവും ഹിറ്റ് ആ കീബോർഡിൽ നിന്നൊരു ചേഞ്ചിങ് വരുന്നുണ്ട്. അത് വലിയ രീതിയിൽ കയ്യടി വാങ്ങുന്ന ആ സോങ്ങിൻ്റെ ഇതാണ്. അതെങ്ങനെയാണ് ഒരു ചേഞ്ചിങ്ങിലേക്ക് സിബി സാറ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു? ലാലേട്ടൻ ചെയ്യുകയും ചെയ്യുമ്പോൾ മനസ്സിലുണ്ടാവുന്ന സന്തോഷമുണ്ടല്ലോ, അതിപ്പോഴും അത് കാണുമ്പോൾ നമുക്ക് ആ കീബോർഡിൽ നിന്ന് പെട്ടെന്നൊരു ചേഞ്ചിങ് ആണ് ആ പാട്ടിലേക്ക് പോകുന്നത്. അതെങ്ങനെയാണ് സിബി സാറ്? ഇതൊക്കെ സംഭവിക്കുകയാണ്. നമ്മൾ ഒരു ലാൽ എപ്പോഴും പറയാറുള്ള ഒരു വാക്കാണ്, നല്ല സിനിമകൾ എപ്പോഴും സംഭവിക്കുകയാണ്. ഒന്നും വലിയ പ്ലാൻ. ഇപ്പം നേരത്തെ ഭരതത്തിൻ്റെ കഥ പറഞ്ഞു. ഭരതമൊക്കെ സംഭവിച്ച സിനിമകളാണ്, മുൻകൂട്ടി പ്ലാൻ ചെയ്തുണ്ടായ സിനിമകളൊന്നുമില്ല, അതപ്പോൾ സംഭവിച്ച സിനിമകളാണ്. അതേപോലെ മോഹൻലാലിനെ പോലെ ഒരു ആക്ടർക്ക് നമ്മൾക്ക് അങ്ങനെ വലിയ കൈപിടിച്ചു നടത്തി അഭിനയിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ അതിനെ മനസ്സിലാക്കാനും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ നമ്മൾ ആഗ്രഹിക്കുന്നതിലും വലുതായിട്ട് നമുക്ക് തിരിച്ചു നൽകാൻ കഴിവുള്ളൊരു ആക്ടറുടെ മുമ്പിൽ അത്തരത്തിൽ മൈന്യൂട്ടായിട്ട് കാര്യങ്ങളൊന്നും നമ്മളതേതോട് പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല. അവർ ഈസ് എ ബോൺ ആക്ടർ.
24 വർഷം മുമ്പ് ഒരു ഡിസംബർ മാസത്തിലാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. ആ 24 വർഷത്തിൽ അന്നുണ്ടായ ഏതെങ്കിലും ഒരു സംഭവം ഓർത്തെടുക്കുകയാണെങ്കിൽ ലാലേട്ടനും സിയാദക്കായും നിങ്ങൾ 3 പേരിരിക്കുമ്പോൾ എന്തെങ്കിലും രസകരമായ ഒരു മുഹൂർത്തം ഓർത്തെടുക്കാൻ കഴിയുമോ? ഒന്നില്ല, ഒരുപാടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഇപ്പം പറയാൻ സമയമില്ലല്ലോ. ഓർമ്മ മതി. ഞങ്ങളുടെ എല്ലാ എന്താണ് ഒന്നിച്ചുള്ള എല്ലാ സഹവാസങ്ങളും ഒരുപാട് രസകരമാണ്, ഒരുപാട് ഓർമ്മിക്കാനുള്ളതാണ്, ഒരുപാട് ആസ്വദിച്ചിട്ടുള്ളതുമാണ്. അപ്പം എല്ലാം കൂടെ പങ്കുവെക്കാൻ അതിൽ നിന്ന് മാത്രം വേർതിരിച്ചെടുക്കാനൊന്നും പെട്ടെന്ന് കഴിയില്ല. സിയാദക്കാക്ക് എന്താ പറയാണെന്നുള്ളത്? അല്ല, ഞാനിക്കല്ല, ഞാൻ പറഞ്ഞ തിരുമേനി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ തിരുമേനി തീർച്ചയായിട്ടും നമുക്ക് ഈ സിനിമയിലെ വലിയ ഒരു വക്താവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വരികൾ, വിദ്യാസാഗറിൻ്റെ മ്യൂസിക്കിൻ്റെ വരികൾ എഴുതിയ അദ്ദേഹമാണ്. അദ്ദേഹത്തിനോട് കഴിയില്ലേ? സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു.